അപ്പം എങ്ങനെ നമ്മൾ തുടങ്ങുമല്ലേ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ. അപ്പം ഞാനിവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഓണം ആയിട്ട് അത്തത്തിന് മുന്നേ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങായിട്ട് ഞാനിവിടെ ചെറിയ രീതിയിലൊന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇതൊരു 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ക്ലീനിങ് വീഡിയോസ് മാത്രമായിരിക്കത്തില്ല കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഡെയിലി വ്ളോഗ്സ് കാണും, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ട്രാവൽ വ്ളോഗ് കാണും. അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ലൈഫിൽ, എൻ്റെ ലൈഫിൽ മെയിനായിട്ടും എൻ്റെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഫോക്കസ് ചെയ്ത് അത് വീഡിയോ ആക്കി പകർത്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണ് കേട്ടോ. മെയിനായിട്ടും ഞാൻ വിചാരിക്കുന്നത് ക്ലീനിങ് വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ സമയം കിട്ടാറില്ല. ഇപ്പം തന്നെ കുറച്ച് തിരക്കിലാണ്. നീലൂസിന് പരീക്ഷ തുടങ്ങി കേട്ടോ. നീലൂസിൻ്റെ ഫസ്റ്റ് എക്സാമാണ് അവൻ്റെ ലൈഫിലെ. LKGയിലാണ് കേട്ടോ അവൻ പഠിക്കുന്നത്. അപ്പോൾ അവന് ഇപ്പം എക്സാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വെള്ളിയാഴ്ച തൊട്ടാണ് എക്സാം തുടങ്ങുന്നത്. അതായത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത്, അതായത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസമാണ് നീലൂസിന് എക്സാം. അങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇത്രയും ദിവസവും നീലൂസ് സ്കൂളിലൊന്നും പോകുന്നില്ലായിരുന്നു, പനിയൊക്കെ പിടിച്ച് കിടപ്പായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ എക്സാമിന് പോയാൽ മതി, അതുവരെ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ, പഠിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവനെ പഠിപ്പിക്കുന്ന തിരക്ക്, പിന്നെ വീട്ടിലെ കുറച്ച് പരിപാടികൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം കിട്ടാതെയായി. അപ്പോൾ ഇന്നാണ് എനിക്കിത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയത്. ഇതൊരു ദിവസം ഞാൻ വെറുതെ തൂക്കാനായിട്ട്, നമ്മൾ ജസ്റ്റ് വീട് ദിവസം ഒന്ന് തൂക്കുമല്ലോ, അപ്പോൾ അതുപോലെ തൂക്കാനായിട്ട് നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ അവസാനം വലിയ പാടില്ലാതെ നമുക്കങ്ങ് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. അപ്പം ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ തൂണിൻ്റെ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അവിടെ നല്ല രീതിയിൽ പൊടിയടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഹാള് ഞാൻ പൊടിയടിക്കുന്നില്ല, വലയടിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് തൂക്കുന്നേ ഉള്ളൂ. ഹാളും ബാക്കി ബെഡ്റൂമുകളും ഒക്കെ തൂക്കുന്നേ ഉള്ളൂ. ഡീപ്പ് ക്ലീനിങ് അടുത്ത ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. നീലൂസ് സ്കൂളിൽ പോകുന്ന ദിവസം ആദ്യമേ എനിക്ക് എന്തായാലും അടുക്കളയൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. അടുക്കള വല്ലാത്ത രീതിയിൽ മെസ്സായി കിടക്കുക. അപ്പം അതൊന്ന് ക്ലിയറാക്കി എടുക്കണം. എന്നിട്ട് വേണം ബാക്കി ഹാളിലോട്ടൊക്കെ വരാൻ. കാരണം ഹാളിൽ അത്ര വലിയ പൊടിയൊന്നുമില്ല കേട്ടോ, ചിലന്തി വലയോ അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. അടുക്കളയുടെ കബോർഡിനകത്തൊക്കെ ക്ലീൻ ചെയ്യൽ ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് അവിടെയൊക്കെയാണ് മെയിനായിട്ടും എനിക്ക് ചെയ്യാനുള്ളത്. അടുക്കളയാണ് ഏറ്റവും കൂടുതൽ ക്ലീനിങ്ങിൻ്റെ പണി കിടക്കുന്നത്. ഹാളിൽ വലുതായിട്ടില്ല. ഹാളിലാകെ ഉള്ളത് നമ്മുടെ ഫാനും പിന്നെ ആ ബാക്കിലിരിക്കുന്ന TV-യുടെ ഭാഗത്തെ ആ ജനലുണ്ടല്ലോ, അവിടെ അത്രയും സാധനങ്ങൾ, സ്പീക്കറും ഒരു ഫോണും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അതൊന്നും എടുത്ത് മാറ്റി തുടയ്ക്കാറില്ല. അവിടെയൊക്കെ നല്ല രീതിയിൽ പൊടിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് ഹാളിൽ മെയിനായിട്ടും ചെയ്യാനുള്ളത്. അപ്പോൾ അത് അടുത്തൊരു ദിവസത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കോട്ടോ. ആദ്യം എന്തായാലും ചെയ്യുന്നെങ്കിൽ ഞാൻ അടുക്കള ആദ്യമേ ക്ലീനാക്കും. പിന്നെ ഇപ്പം ജസ്റ്റ് ഒന്ന് പൊടി തുടച്ച് മാറ്റിയിട്ട് തൂണിൻ്റെ അവിടത്തേക്ക് ഒന്ന് പൊടി തുടച്ച് മാറ്റിയതിന് ശേഷം ബെഡ്റൂമും ബെഡ് മാത്രം ഒന്ന് ഒതുക്കി പറക്കുന്നുണ്ട്. പിന്നെ ദാ ഈ ഒരു റൂം ആകെ മെസ്സ് പിടിച്ച് കിടക്കും കേട്ടോ. അതായത് ഭയങ്കര മഴയായിരുന്നല്ലോ കുറേ ദിവസത്തേന്. അപ്പം പുറത്ത് ആകെപ്പാടെ എന്താ പറയുക, ഒന്നാമത് നമുക്ക് തുണി നനച്ചാൽ എല്ലാം കൂടെ ഇപ്പം കുറച്ചധികം തുണികൾ, ഒരു ദിവസത്തെ അല്ല 2 ദിവസത്തെയൊക്കെ തുണികളുണ്ടെങ്കിൽ പോലും നമുക്ക് വിരിക്കാനായിട്ടുള്ള സ്ഥലം തികയാതെ വരും. അപ്പം ഈ മഴയും കൂടെ പിടിച്ചിട്ട് ദിവസവും തുണി നനയ്ക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചിലപ്പം വെള്ളം തോർന്നതെല്ലാം ഈ ഒരു റൂമിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്, അവിടെ ആയിട്ട് കൊണ്ടുവന്ന് അങ്ങ് വിരിച്ചിടുക ചെയ്യുന്നത്. അപ്പോൾ ഈ റൂം ആകെപ്പാടെ മൊത്തത്തിൽ മെസ്സിയായിട്ട് കിടക്കുക, ഭയങ്കര അലങ്കോലമായിട്ട് കിടക്കുക കേട്ടോ. ബെഡിൽ മൊത്തവും തുണികളും. പിന്നെ നീലൂസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഇരുന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അവൻ്റെ സ്റ്റഡി ടേബിള്, കുഞ്ഞൊരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവനൊന്ന് സ്റ്റേബിളായിട്ട് ഇരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും അവൻ്റെ ബുക്സും ബാഗും എല്ലാം ഈ കട്ടിലേലായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി മാറ്റിയിട്ട് ബെഡ്ഷീറ്റ് ഇടുക കേട്ടോ. അപ്പോൾ അമ്മയും ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ കൂടെ അമ്മയുണ്ട്. അപ്പോൾ അപ്പുറത്തെ റൂമും ഇനി നീലൂസിൻ്റെ റൂമിലാണ് അമ്മ കിടക്കുന്നത്. അപ്പോൾ അവിടെയും ഒന്ന് ക്ലീൻ ആക്കണം. അവിടെയും ആകെപ്പാടെ എല്ലാം വലിച്ചു വാരി എല്ലാം കൂടി അലങ്കോലമാക്കി ഇട്ടേക്കുക കേട്ടോ.
അപ്പോൾ ഈ ഒരു റൂം കയറൊന്നും ഞാൻ അഴിച്ച് മാറ്റുന്നില്ല കേട്ടോ. ഈ റൂമിലോട്ട് അങ്ങനെ ആരും അധികം വരത്തില്ലല്ലോ. ഞാൻ പരമാവധി ഹാള് ഞാൻ ക്ലീനാക്കി ഇടാനായിട്ട് ശ്രമിക്കും കേട്ടോ. കാരണം ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നാലും നമ്മുടെ ഹാളിലോട്ടല്ലേ വരുന്നത്, ബെഡ്റൂമിലോട്ടൊന്നും അങ്ങനെ എല്ലാവരും ഒന്നും കയറി വരത്തില്ലല്ലോ. അല്ലെങ്കിൽ പുറത്ത് വന്ന് നിന്ന് നോക്കുമ്പോഴാണെങ്കിലും ഹാളിലോട്ടല്ലേ നോക്കുന്നത്, അപ്പം ഹാളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ കൂടുതലും ക്ലീനാക്കി വെക്കാറ്. ഇവിടെയൊക്കെ സമയം കിട്ടുമ്പോൾ ഇതുപോലെ, അല്ലെങ്കിൽ വൈകിട്ട് എല്ലായിടവും തൂക്കാൻ നേരം ഇവിടെ അങ്ങ് ഒതുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ കയറൊന്നും അഴിച്ച് മാറ്റുന്നില്ല, കാരണം മഴയൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും തുണികൾ ഇവിടെ വിരിക്കേണ്ടി വരും. ഇനിയും തുണികൾ നനയ്ക്കാൻ ഒരുപാട് ഇരിക്കുന്നു, അതെല്ലാം ഇനി നനച്ചിട്ട് ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ വിരിക്കേണ്ടി വരും. ആദ്യം ഞാൻ ഹാളിലോട്ട് ഒരു കയറ് കെട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ബോറായിട്ട് എനിക്ക് തന്നെ തോന്നി, വൃത്തികേടായിട്ട് തോന്നി. അതുകൊണ്ട് പിന്നെ ആ കയറും കൂടി അഴിച്ച് ഞാൻ ഈ ബെഡ്റൂമിലോട്ട് കെട്ടി കേട്ടോ. നീലൂസിൻ്റെ റൂമിൽ ഞാൻ പരമാവധി അങ്ങനെ കയറൊന്നും കെട്ടാതിരിക്കാൻ നോക്കും, കാരണം അവിടെ ഈ നനഞ്ഞ തുണികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അവൻ്റെ ബുക്കുകളൊക്കെ മൊത്തം 4-5 ബുക്കുകൾ ഉള്ളു കേട്ടോ. പിന്നെ വീട്ടിൽ എഴുതി പഠിപ്പിക്കുന്ന 1-2 ബുക്കുകളേ ഉള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ ടേബിള്, കുഞ്ഞ് ടേബിള്, അവന് വേണ്ടിയിട്ട് അവന് പറ്റുന്ന അവൻ്റെ സൈസിനൊത്ത ഒരു ടേബിളാണേ. അപ്പോൾ അതെല്ലാം അടുക്കി അങ്ങോട്ട് വെച്ച് ഇനി തറയും കൂടെ ഒന്ന് തൂക്കാമെന്ന് ചോദിച്ചു. പിന്നെ നീലൂസിൻ്റെ മരുന്നുകളാട്ടോ തയ്യൽ മെഷീൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. അത് ചുമയുടെ ഉണ്ട്, പനിയുടെ ഉണ്ട്, ചൂട് കയറിക്കൊള്ളുമ്പോൾ കൊടുക്കുന്നതുണ്ട്, പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അതെല്ലാം അങ്ങനെ വെച്ചേക്കുക. ഇപ്പോഴും മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം 1-2 ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസം തൊട്ട് മരുന്ന് കൊടുക്കുന്നില്ല. ഇച്ചിരി ഒന്ന് ഭേദമുണ്ട് കേട്ടോ. ചുമ ഇടയ്ക്കുണ്ടെന്നെങ്കിലേ ഉള്ളൂ. അപ്പം നേരെ ഹാളിലോട്ട് വന്നു, ബെഡ്റൂം ഒതുക്കിയിട്ട് ഹാളിലോട്ട് വന്നു. ഇനിയിപ്പോൾ നീലൂസിൻ്റെ റൂമാട്ടോ ഒതുക്കേണ്ടത്. ആ റൂം ഒതുക്കി കൊടുത്താലേ അമ്മയ്ക്ക് അവിടെ കിടന്നുറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടിനി കയറാം. ഇതാണ് നീലൂസിൻ്റെ കലവറ. അവൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ആ ഒരു ജനലിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഹോളുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പരമാവധി സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി വെക്കാനായിട്ട് ശ്രമിക്കും, കാരണം അവിടെ അങ്ങ് അടഞ്ഞു കിട്ടാനായിട്ട്. അങ്ങനെ അവിടെ ഒരു കർട്ടൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു ബെഡ്ഷീറ്റാട്ടോ ജനലിലിങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം കാരണം കിടക്കുന്ന സമയത്ത് വെയിലടിക്കുന്നത് ചേട്ടായിക്ക് ഒട്ടും ഇഷ്ടമല്ല, ബെഡ്റൂമിലോട്ട് വെട്ടം കയറുന്നതേ ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ ചേട്ടായി എപ്പോൾ കിടന്നാലും ഈ 2 ജനലിലും ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ കവർ ചെയ്ത് ഇരുട്ടാക്കിയിടും കേട്ടോ ബെഡ്റൂം. എപ്പം ബെഡ്ഷീറ്റ് അവിടെ ഇരിക്കുന്നത് കണ്ടാലും ചേട്ടായി കിടന്നുറങ്ങുവാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് ഇരുട്ടായിരിക്കും ആ റൂമിൽ. അങ്ങനെ വെട്ടം അടിക്കുന്നതൊന്നും ചേട്ടായിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ ക്ലീനിങ് വീഡിയോ ഒക്കെ ബാക്ക് ടു ബാക്കായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നീലൂസിൻ്റെ എന്താ പറയുക, എൻ്റെ മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ടും വരുന്നതായിരിക്കും. എന്തായാലും അത്തത്തിന് മുമ്പ് ക്ലീനിങ് എല്ലാം ഞാൻ ചെയ്ത് തീർത്തിരിക്കും, അത് ഞാൻ തീരുമാനിച്ചതാണ് കേട്ടോ. ഫസ്റ്റ് അടുക്കള അങ്ങ് ക്ലീൻ ആക്കണം. പിന്നെ ഹാളൊന്നും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. തൂക്കുക, തുടയ്ക്കുക, ജനലൊന്ന് തുടയ്ക്കുക, അത്രയേ ഉള്ളൂ. പൊടിയടിക്കുക, വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും പൊടിയുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇവിടെ ദിവസവും തൂത്ത് വരുന്നതാണെങ്കിലും എന്താ പറയുക, നല്ല രീതിയിൽ പൊടി കയറാറുണ്ട്. പിന്നെ ഡൈനിങ് ടേബിളെല്ലാം കുളമാക്കി കിടക്കുമായിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളെല്ലാം ഈ ഡൈനിങ് ടേബിളിലും പിന്നെ നമ്മുടെ ആ തൂണിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ടാട്ടോ കൊണ്ടുവയ്ക്കുന്നത്. അതിപ്പം ഞാനും അങ്ങനെ തന്നെ, ചേട്ടായി അത് തന്നെ, നീലൂസും അത് തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ. ആരെയും ഒരാളെ മാത്രമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല, എല്ലാവരും അങ്ങനെ തന്നെ. കൈ കിട്ടുന്നത് എന്തുവാണോ, പെട്ടെന്ന് വെക്കാൻ പറ്റുന്നത് എവിടെയാണോ അവിടോട്ടങ്ങ് വെച്ചേക്കും. പിന്നെ ഇങ്ങനെ പറക്കി ഒതുക്കുന്ന സമയത്ത് അത് പറക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ ക്ലീനാക്കി ഇടാനായിട്ട് മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ കാണും ആർക്കെങ്കിലുമൊക്കെ. എപ്പോഴും നമ്മുടെ വീട് ക്ലീനായി കിടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളിടത്ത്. അപ്പം ഇത്രയും ചവറുണ്ടായിരുന്നു കേട്ടോ. കുറേ കവറുകളും പേപ്പറുകളും മരുന്നിൻ്റെ കവറുകൾ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നീലൂസിൻ്റെ കളിപ്പാട്ടങ്ങൾ വേറെ പ്രത്യേകിച്ച് അതെല്ലാം എടുത്തും പറക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. ആദ്യമേ അങ്ങ് കാറുകളെല്ലാം, കുഞ്ഞു കുഞ്ഞു കാറുകളാട്ടോ. എവിടെ പോയാലും അവന് കാറ് വേണം. കാറില്ലാത്തൊരു ജീവിതം എൻ്റെ മോനില്ല എന്ന് പറയും പോലെ എവിടെ ചെന്നാലും കാറേ 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 എന്നാണ് വിളിക്കുന്നത്. കാറ് വേണം, കാറ് വേണം, പുതിയ കളിപ്പാട്ടം കാറ് വേണം എന്നോ പറയുന്നത്. അങ്ങനെ അതെല്ലാം പറക്കി മാറ്റിയിട്ട് തൂത്തുവാരി. ഇന്ന് ഞാൻ തുടയ്ക്കാൻ നിൽക്കുന്നില്ല, ഏറ്റവും ലാസ്റ്റ് തുടയ്ക്കുന്നുള്ളൂ. അടുക്കളയും എല്ലാം ഒന്ന്
ക്ലീനാക്കിയിട്ട് പൊടിയെല്ലാം അടിച്ചതിന് ശേഷം വലയെല്ലാം അടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഏറ്റവും ലാസ്റ്റ് തുടയ്ക്കുന്നുള്ളൂ. ഇന്ന് തറ തുടയ്ക്കൽ ആരും പ്രതീക്ഷിക്കരുത്. ക്ലീനിങ് വീഡിയോസൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്നറിയാം. ബാക്ക് ടു ബാക്കായിട്ട് ആ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ചെറിയ സ്തൂപുണ്ടല്ലോ കത്തിച്ച് വയ്ക്കുന്ന തിരി, അതും കൂടി ഒന്ന് കത്തിച്ച് വെച്ചോട്ടോ, ചെറിയൊരു മണമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കൊതുകുണ്ട്, ചെറിയ രീതിയിൽ കൊതുകുമുണ്ട്, മഴയൊക്കെ അല്ലേ. അങ്ങനെ നീലൂസ് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. നീലൂസ് വൈകിട്ട് അച്ചാമ്മയെ കാണാനായിട്ട് പോയേക്കുമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് അമ്മയുടെ അടുത്തോട്ട് പോയില്ലായിരുന്നു. അങ്ങനെ ചേട്ടായി നീലൂസും കൂടെ അമ്മയുടെ അടുത്തോട്ട് പോയേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ കൊടുത്തു വിട്ട എന്തൊക്കെയോ സാധനങ്ങളാണെന്നോ ചേട്ടായി വാങ്ങിച്ചതാണെന്നോ എന്തുവാന്ന് അറിയത്തില്ല, അതെല്ലാം കൊണ്ടുവന്ന് കാണിക്കുക തന്നെ. അപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടനും തിരിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അവൻ്റെ കയ്യിൽ എന്തോ പറ്റിയിട്ടുണ്ട്. വലത്തെ കൈ ആണെങ്കിൽ നീര് കയറി വീങ്ങിയിരിക്കുന്ന. അതിനെ ആരെങ്കിലും അടിച്ചതാണോ, എവിടെയെങ്കിലും കൊണ്ടതാണോ, വേറെ പൂച്ചകളുമായിട്ട് കടികൂടിയപ്പം പറ്റിപ്പോയതാണോ ഒന്നും അറിയത്തില്ല. എന്തായാലും ആളിന് തറയിൽ കുത്താനായിട്ട് പറ്റുന്നില്ല. പിന്നെ വന്നപ്പോഴേ ഞാൻ ഇച്ചിരി ചോറിളക്കി വെച്ച് കൊടുത്തു കേട്ടോ. എനിക്കിവൻ വരുമ്പം ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ. പാവം കേട്ടോ, ഭയങ്കര സ്നേഹം അതിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.